കഴിഞ്ഞ 11 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ ഏത് എന്ന ചോദ്യം, അതൊക്കെ ഒന്നുകൂടി ചോദിച്ചും ഉത്തരം പറഞ്ഞൊക്കെ ഇരിക്കേണ്ട ഒരു സമയമാണല്ലോ അല്ലേ? അതെ, ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ആലത്തൂരിലെ BSS ഗുരുകുലമാണ്. ഇത്തവണ 12ാം കപ്പിനായി ഗുരുകുലം ഇറങ്ങുമ്പോൾ അവസാനവട്ട പരിശീലനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. നാളെ ഗുരുകുലത്തിന്റെ കുട്ടികൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. എപ്പോൾ ഗുരുകുലത്തിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പൂരക്കളിയിലെ ഈ ആവേശം പോലെ ഗുരുകുലത്തിലെ കുട്ടികൾ 44 ഇനങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് എത്തുകയായി. ജീവിതമല്ലോ ഉദാത്തമായ ലഹരി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ചരിത്രം അത് നിലനിർത്താനും പുതിയ ചരിത്രം കുറിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഗുരുകുലത്തിൽ ഇവിടുന്ന് പോകുന്ന എല്ലാവരും പറയുന്നത് വി ആർ ഗോയിങ് വിത്ത് ഫയർ ആൻഡ് ദേ ആർ കമ്മിങ് വിത്ത് ഫിയർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ ഫയറോടുകൂടി തന്നെ എത്ര പുലിക്കുട്ടികൾ വന്നാലും ഞങ്ങൾ സിംഹമാണ്, ഞങ്ങൾ ഗർജിക്കുക തന്നെ ചെയ്യും. ലൈക്ക് വി ആർ ദ കിങ് ആൻഡ് ഞങ്ങളാണ് രാജാക്കന്മാരെന്ന് ഞങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്. ഇനി ഈ വർഷം പത്മനാഭൻ്റെ മണ്ണിൽ ഞങ്ങൾ പോകുന്നത് അവിടെയുള്ള എല്ലാവരെയും ഞങ്ങൾ പാലക്കാടിൻ്റെ ആ ഒരു വിജയത്തുടുപ്പ് കാണിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നും രണ്ടുമല്ല, തുടർച്ചയായ 11 വർഷങ്ങൾ സംസ്ഥാനത്തെ മറ്റു സ്കൂളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഗുരുകുലം മാജിക് എന്താണ്? കുട്ടികളും അധ്യാപകരും അതിനോടൊപ്പം രക്ഷിതാക്കളും മാനേജ്മെൻറ്റും എല്ലാം അത് ഇഷ്ടപ്പെടുന്നു, കലയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാവുന്ന ഫയറാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. അത് മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു മാജിക്കായി തോന്നുന്നു, പക്ഷേ ദിസ് ഈസ് സംതിങ് ലൈക്ക് ഇൻസൈഡ് വി ഹാവ് സം ഫയർ, അതാണ് കാര്യം. ഇപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ അവർ വെക്കേഷൻ തൊട്ട് പരിശ്രമിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽസ് വെക്കേഷൻ തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. പന്ത്രണ്ടാം കിരീടത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഗുരുകുലത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് ഈ കാണുന്നത്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.